ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ക്രിസ്മസ് റിലേറ്റഡ് വാൾ ഡെക്കോറാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കളർ പേപ്പേഴ്സ് വേണം. കളർ പേപ്പേഴ്സ് എടുത്തിട്ട് 8 സെൻറ്റിമീറ്റർ വീതിയും 20 സെൻറ്റിമീറ്റർ നീളവും വരുന്ന രീതിയിൽ കട്ട് ചെയ്തെടുക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ വീതി ഭാഗത്തുണ്ടല്ലോ, അതിനെ നമ്മൾ നടുവേ ഫോൾഡ് ചെയ്ത് മടക്കിയെടുക്കണം. അപ്പം നമുക്ക് 2 പീസാക്കി കിട്ടും. അത് നമ്മൾ വീണ്ടും ഒന്നുകൂടെ മടക്കിയെടുത്ത് വീണ്ടും ഒന്നുകൂടെ മടക്കിയെടുക്കുമ്പോൾ നമുക്ക് 8 ഫോൾഡായിട്ട് കിട്ടും. അങ്ങനെ കിട്ടുന്നത് നമ്മൾ കട്ട് ചെയ്ത് 8 പീസാക്കി എടുക്കണം. ഓരോ സെൻറ്റിമീറ്റർ ഓരോ പീസിന് വരുന്ന രീതിയിലാണ് 8 സെൻറ്റിമീറ്റർ വന്നത്. എന്നിട്ട് നമ്മളിതെല്ലാം ചേർത്ത് വെച്ച് നമുക്ക് അതിൻ്റെ സെൻറ്റർ പോർഷൻ കണ്ടുപിടിക്കാൻ ചെറിയൊരു മടക്ക് കൊടുക്കണം. മടക്കി പതിപ്പിച്ച് വെക്കരുത്, ചെറുതായി ഒന്ന് ഫോൾഡ് ചെയ്ത് മടക്കി ഒന്ന് ജസ്റ്റ് ആ ഒരു സെൻറ്റർ ഭാഗം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് മാത്രം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആദ്യം അതിൻ്റെ അകത്ത് 4 പീസ് എടുക്കണം. നമുക്ക് 2 8 പീസ്. അപ്പോൾ ആദ്യത്തെ 4 പീസ് എടുത്തിട്ട് അതിലൊരെണ്ണം നിവർത്തി വെച്ചിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗത്തേക്ക് മറ്റേത് ക്രോസായിട്ട് വെച്ച് കൊടുത്ത് ഒട്ടിച്ചെടുക്കണം. ഇനി ഇതിന് രണ്ടും കൂടെ ക്രോസായിട്ട് ബാക്കി 2 പീസുകളും കൂടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇനി അറ്റഭാഗങ്ങൾ തമ്മിൽ ജോയിൻ ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു പീസിൻ്റെ 2 സൈഡിൽ നിന്നും എടുത്തിട്ട് ഒരെണ്ണത്തിന് മുകളിലേക്ക് ഒരെണ്ണം എന്ന രീതിയിൽ ഒട്ടിച്ചു കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് ബാക്കി വരുന്നതെല്ലാം ഇതിന് മുകളിലായിട്ട് ഒട്ടിച്ചൊട്ടിച്ച് കൊടുക്കണം. അങ്ങനെ നമ്മൾ ഫുള്ള് ഒട്ടിച്ചെടുത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഒരു ചെറിയ ബോൾ പോലെ കിട്ടും. അങ്ങനെ ഞാൻ കുറച്ച് കളർ പേപ്പേഴ്സ് വെച്ച് ഈ രീതിയിലാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ 8 പീസിൻ്റെ അത് നമുക്ക് 2 എണ്ണം ഇങ്ങനെ ചെയ്തെടുക്കാൻ കിട്ടും കേട്ടോ. ഇനി നമുക്ക് ബ്ലാക്ക് കളർ പേപ്പറാണ് വേണ്ടത്, അല്ലെങ്കിൽ ചാർട്ട് പേപ്പർ ഏതെങ്കിലും എടുത്തിട്ട് ഒരു 2 സെൻറ്റിമീറ്റർ വീതിയും 7 to 8 സെൻറ്റിമീറ്റർ നീളവും വരുന്ന രീതിയിൽ കട്ട് ചെയ്തെടുക്കണം. അങ്ങനെ നമുക്ക് എത്ര ബോൾസ് ഉണ്ടോ അത്രയും ബോൾസിനും എടുക്കുന്നുണ്ട്. എന്നിട്ട് അത് നമ്മൾ റൗണ്ടിലൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്, ചെറിയൊരു വളയം പോലെ ഒട്ടിച്ചെടുക്കണം. എന്നിട്ട് ഇനിയാണ് നമ്മൾ ഈ ഉണ്ടാക്കി വെച്ച ബോളുണ്ട് അതിൻ്റെ എല്ലാം മുകൾ വശത്ത് നമ്മൾ ഒട്ടിച്ചു വെച്ച ഭാഗമുണ്ടല്ലോ, അവിടേക്ക് ആ റൗണ്ട് ഭാഗത്ത് മാത്രം ഗ്ലൂ തേച്ച് ഒന്ന് ഒട്ടിച്ചെടുക്കണം. അങ്ങനെ നമ്മൾ ഉണ്ടാക്കിയെടുത്തതിന് മുകളിൽ ആ ബ്ലാക്ക് ഹോൾ ഉണ്ടല്ലോ, ആ റൗണ്ടിന് സെൻറ്റർ ഭാഗത്തായിട്ട് പഞ്ചിങ് മെഷീൻ ഉപയോഗിച്ചിട്ടൊരു ഹോൾ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അതിന് നേരെ ഓപ്പോസിറ്റ് മറ്റൊരു ഹോളും കൂടെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അത് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അകത്തോടെ ഒരു വള്ളി കടത്തി വിടാൻ പറ്റണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഹോൾ കൊടുക്കുന്നത്. അപ്പോൾ പഞ്ചിങ് മെഷീൻ ഇല്ലെങ്കിൽ ഒരു സൂചിയോ എന്തെങ്കിലും നിങ്ങൾ എത്രത്തോളം വലിപ്പത്തിലാണോ കടത്തി വിടാൻ നോക്കുന്നത് അതിനനുസരിച്ചുള്ള ഒരു ഹോൾ ഉണ്ടാക്കിയാൽ മതി. നമുക്കിനി ഇത് വാളിൽ ഹാങ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ത്രെഡ് എടുക്കണം. എൻ്റെ കയ്യിൽ ഇവിടെ എംബ്രോയ്ഡറിയുടെ ത്രെഡാണ് ഉണ്ടായിരുന്നത്, അതുകൊണ്ട് ഞാൻ ആ ത്രെഡാണ് എടുക്കുന്നത്. എന്നിട്ട് നമ്മൾ ഇതെല്ലാം അതിനുള്ളിലൂടെ കടത്തിയെടുത്തിട്ട് ഞാനിവിടെ കളർ കോഡ് എന്നുള്ള രീതിയിൽ ഉദ്ദേശിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഒരു സെറ്റ് ഒരേ കളർ വരുന്ന നമുക്ക് 2 പീസ് ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു സെറ്റ് എടുത്തിട്ട് ഒരു കളർ കോഡ് രീതിയിലൊന്ന് സെറ്റാക്കി എടുത്തിട്ട് അതേ രീതി റിപ്പീറ്റ് ചെയ്യുന്ന രീതിയിൽ വീണ്ടും എടുക്കുക. ഏതാ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എടുക്കാം കേട്ടോ. അങ്ങനെ എടുത്തിട്ട് ഞാൻ ഫുള്ള് കോർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ആ ഒരു കെട്ടുന്ന ഭാഗമുണ്ടല്ലോ, നമുക്ക് അറ്റഭാഗത്തുനിന്ന് ഒരിച്ചിരി വിട്ടിട്ട് അവിടുന്ന് മുതൽ ആദ്യം വെക്കുന്നതിൻ്റെ അവിടുന്ന് ഒരു ചെറിയ സ്പേസ് ഇട്ട് ബാക്കിയെല്ലാം ഒന്ന് സെറ്റാക്കി എടുത്തിട്ട് അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് പശ തേച്ചൊന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വാളിൽ ഹാങ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇതെല്ലാം കൂടെ ഒരിടത്ത് വന്ന് കൂടിയിരിക്കരുതല്ലോ. അങ്ങനെ വൃത്തികേടാവാണ്ടിരിക്കാനായിട്ട് ജസ്റ്റ് ഒന്ന് അവിടെ ആ നൂലിൻ്റെ അകത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് പശ തേച്ച് കൊടുക്കുമ്പോൾ ഇത് മറ്റേ ഹോളിലേക്കൊന്ന് ഒട്ടിയിരിക്കും. അങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് പശ കൊടുക്കുന്നുണ്ട്. അത് ഉണങ്ങിയതിന് ശേഷമാണ് ഞാൻ വാളിൽ ഹാങ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇനി അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണും. ബൈ ബൈ.